മാസ്റ്റർ ഓസ്റ്റിൻ അജിത്. പ്രകൃതിശാസ്ത്രജ്ഞനോ പാലിയന്റോളജിസ്റ്റോ ആകുവാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കലാകാരൻ, ഒരു കഥാകൃത്ത്. തീക്ഷ്ണമായ വായനാനുഭവ സമ്പത്തുള്ള മാസ്റ്റർ ഓസ്റ്റിൻ അജിത് എന്ന ഈ പ്രതിഭ ദിനോസറുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും ഓരോ സസ്യത്തെയും മൃഗങ്ങളെയും വംശനാശ ഭീഷണിയിൽ നിന്നും രക്ഷിക്കുന്നതും സ്വപ്നം കണ്ടും ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പരിശ്രമിച്ചും ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ സംഭാവനകൾ നൽകുവാനും ആഗ്രഹിക്കുന്ന മാസ്റ്റർ ഓസ്റ്റിൻ അജിത് തൻ്റെ 8ാമത് വയസ്സിൽ എഴുതി പ്രസിദ്ധീകരിച്ച 1ാമത്തെ പുസ്തകമാണ് ഗ്രാൻഡ്മ ആൻഡ് ഓസ്റ്റിൻസ് പ്ലാന്റ് കിങ്ഡം. അതിനുശേഷം ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും വംശനാശം സംഭവിച്ച ദിനോസറുകളെക്കുറിച്ചും തൻ്റെ ചിന്തകൾ സമൂഹത്തിന് എഴുതി പ്രസിദ്ധീകരിച്ച ഓസ്റ്റിൻസ് ഡിനോ വേൾഡ് എന്ന പുസ്തകം ലോക റെക്കോർഡിനും അർഹത നേടുകയുണ്ടായി. പ്രകൃതിയെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതുവഴി പുതുമയുള്ള പലതും കണ്ടെത്തുകയും വന്യജീവി പ്രകൃതി സംരക്ഷണ ഫോറങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ഓസ്റ്റിൻ 300-ൽ പരം ചിത്രങ്ങളാണ് ഇതിനകം ക്യാൻവാസിലാക്കിയിട്ടുള്ളത്. കന്നഡ ചിത്രത്തിലൂടെ അഭിനയത്തിലും ചുവടുവെപ്പ് നടത്തിയ ഓസ്റ്റിൻ ഹാർവാർഡ് വേൾഡ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് റെക്കോർഡ്, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, 2022 ഇന്ത്യ എഡ്യൂക്കേഷൻ അവാർഡ്, 2022 ഇന്ത്യസ് ഇൻഡിപെൻഡൻറ്റ് ഇൻസ്പിറേഷൻ ചൈൽഡ് ഓഫ് ദ ഇയർ തുടങ്ങി നിരവധിയായ അവാർഡുകളും പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയ ഓസ്റ്റിൻ അജിത് എന്ന 9 വയസ്സുകാരനായ ഈ പ്രതിഭയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ അജിത് വർഗീസ്. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മകൻ ഓസ്റ്റിൻ അജിത്. ഞങ്ങൾ ബാംഗ്ലൂരിൽ ഹൊർമാവിൽ താമസിക്കുന്നു. ഞാൻ ഓസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓസ്റ്റിൻ ഒരു ചെറിയൊരു എഴുത്തുകാരനാണ്, ഒരു യങ് ഓഥറാണ്. അതുപോലെ തന്നെ അവന് ആനിമൽസിനെയും ജീവജാലങ്ങളെ എല്ലാവരെയും താല്പര്യങ്ങളും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഓസ്റ്റിൻ ഇതുവരെ 2 ബുക്ക് എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ ബുക്കിൻ്റെ പബ്ലിഷിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ എഴുത്ത് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓസ്റ്റിനെ വായന വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അവനിപ്പോൾ ഒരു പേഴ്സണൽ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ തന്നെ 1000കണക്കിന് ബുക്കുകളുണ്ട് ശരിക്കും, അവൻ്റെ പേഴ്സണൽ ലൈബ്രറി കളക്ഷനായിട്ട് തന്നെ. അപ്പം ഓസ്റ്റിൻ, യു വാണ്ട് ടു സേ എനിത്തിങ്? ഓസ്റ്റിൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇംഗ്ലീഷാണ്, ഇവിടെ ജനിച്ച് വളർന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇംഗ്ലീഷാണ്. Okay, so I particularly like fantasy stories or non-fiction stories, not non-fiction. And also sometimes I like, a couple non-fiction, but I mostly love fiction stories. Storybooks, fantasy storybooks from the future, etc. So basically, when I got an idea for writing my book is because not everybody wants to read big old fact books, right? Even I don't like fact books that much. It's kind of boring after a while. So how I got the idea for my book as inspiration is why don't I write my fact book as a storybook, so that people like me, 9-year-old children like me, can also enjoy the fun of storybooks but also learn some stuff about the natural world. It's a good way to get on my message to save nature and also make sure it's still fun and not a big boring fact book. So that's where I got the idea for writing both my books too. So my favorite couple books, I don't have a singular favorite book, all of books are my favorite, but my favorite couple authors are David Williams, David Baddiel, Enid Blyton, etc. There's a lot of them. There's a lot of my favorite authors, so I won't be able to say every single one. Okay. Right. പിന്നെ ഇപ്പം ചെറുപ്പത്തിലെ വായന ഒത്തിരി ഇഷ്ടമുള്ളതാണ്, വളരെ ഇഷ്ടപ്പെടുന്നതാണ് വായന ഓസ്റ്റിനെ.
അത് മെയിനൊരു കാര്യം എന്ന് വെച്ചാൽ ഇവൻ വളരെ ചെറുതായപ്പോൾ തന്നെ വളരെ എന്താ പറയുക, ഇപ്പം ശരിക്കും പറഞ്ഞാൽ 6 മാസം അല്ലെങ്കിൽ ഒരു വയസ്സ് തൊട്ട് പിന്നെ നമ്മുടെ കൂടെ കിടന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോഴും ആ സമയങ്ങളിൽ നമ്മൾ ഇവന് വായിച്ചു കൊടുക്കുമായിരുന്നു ബുക്സ്. എസ്പെഷ്യലി എന്നാ അമ്മ വായിച്ചു കൊടുക്കുമായിരുന്നു ബെഡ് ടൈം സ്റ്റോറീസ് ആയിട്ട്. അങ്ങനെയാണ് അവന് വായന ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. എന്നുവെച്ചാൽ അവന് സ്റ്റോറീസ് ഇഷ്ടപ്പെട്ട് തുടങ്ങി, കേൾക്കാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പുസ്തകം ഇല്ലാതെ കഥ കേൾക്കാതെ ഉറങ്ങത്തില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ അവന് എന്താ പറയുക 2 വയസ്സായപ്പോഴത്തേക്കും ആ സമയങ്ങളിൽ അവന് പല ടൈപ്പുള്ള ചെറിയ ചെറിയ ബുക്സ്, ടച്ച് ആൻഡ് ഫീൽ ബുക്സ്, അങ്ങനെ പല ബുക്സുകളും നമ്മൾ മേടിച്ച് കൊടുത്തിരുന്നു. അങ്ങനെയാണ് അവന് ഈ പുസ്തകത്തിലോട്ടുള്ള ഇഷ്ടം വന്നു തുടങ്ങിയത്. പിന്നെ നമ്മളൊരു ചെറിയ ലൈബ്രറി നടത്തുന്നുണ്ട്. അപ്പം ആ ലൈബ്രറിയിൽ നിന്ന് അവൻ തന്നെ പുസ്തകങ്ങൾ പിക്കപ്പ് ചെയ്ത് വന്ന് വായിച്ച്, അങ്ങനെയാണ് അവന് ശരിക്കും പറഞ്ഞാൽ വായനാശീലം നമ്മൾ ഉണ്ടാക്കി കൊടുത്തതും. അങ്ങനെയാണ് അവൻ്റെ പുസ്തകത്തിൻ്റെ ഇഷ്ടം വന്നു തുടങ്ങിയത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓക്കെ, ഓസ്റ്റിൻ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ക്രേസ് എന്ന് പറഞ്ഞാൽ മൊബൈലും ഗാഡ്ജറ്റ്സും ആപ്പും അങ്ങനെയുള്ള ഇതിലാണ്. അതിൽ കൂടുതലായിട്ട് ഇവൻ ഇഷ്ടപ്പെടുന്നത് പുസ്തകങ്ങളും ആനിമൽസും, അല്ലെങ്കിൽ എന്താ പറയുക, പല കാര്യങ്ങളും നമ്മളിപ്പം സൂ വിസിറ്റ് ചെയ്യുക, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നേച്ചർ താല്പര്യമുള്ളൊരു അതിനോടാണ് അവന് കൂടുതൽ താല്പര്യം, ബുക്സും നേച്ചറും. അപ്പം ഓസ്റ്റിൻ, യു വാണ്ട് ടു സേ എനിത്തിങ് അബൌട്ട് യുവർ ലവ് ടു നേച്ചർ, വാട്ട് യു basically want to become? So when I grow up, I want to become a naturalist. I want to go across the world and learn about new kinds of animals, see different kinds of animals, and also spread the message of save Earth, save nature. Because we humans are very badly hurting the entire nature and Earth. And also because when we are hurting the nature, we are also hurting ourselves. Because without nature, we human as a whole would not be able to survive. So basically, when I grow up, my dream is to be a naturalist and explore all the forests and deserts and everywhere on earth and find more and more about the new animals and spread messages to save them. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, ഇവൻ മോൻ എഴുതുന്ന ബുക്ക് അല്ലെങ്കിൽ ഇപ്പം പബ്ലിഷ് ചെയ്ത 2 ബുക്കുകൾ, ആ ബുക്സിൽ നിന്ന് വരുന്ന നമ്മളുള്ള റവന്യൂ അല്ലെങ്കിൽ ലാഭം നമ്മൾ ശരിക്കും ഒരു NGO, ഒരു ആനിമൽ NGO ഫൗണ്ടേഷൻ ഉണ്ട്. ഒരു നമ്മളെ ബാംഗ്ലൂർ ബനാർഘട്ട സൂവിലെ വൈൽഡ് ലൈഫ് SOS എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട്. ബേസിക്കലി അവർ NGO ഓർഗനൈസേഷനാണ്. അവർ നമ്മൾ ബനാർഘട്ട സൂവിൽ കാണുന്ന ബെയർസ്, നമ്മുടെ കരടികൾ, അതിനെ അവർ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് പല ഭാഗങ്ങളിലായിട്ട്. പണ്ടൊക്കെ നമ്മൾ ചെറുപ്പം ഉണ്ടായിരുന്ന ചെറുപ്പകാലങ്ങളിൽ ഡാൻസിങ് പേരുണ്ട്. നമ്മൾ വഴിയോരെങ്കിൽ ഈ കരടികളെ വെച്ച് ആൾക്കാർ ഡാൻസ് ചെയ്ത് കാശുണ്ടാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് നിർത്തി അവരെ റെസ്ക്യൂ ചെയ്ത്, ആ കരടികളെ റെസ്ക്യൂ ചെയ്ത്, അതുപോലെ അത് നടത്തിക്കുന്ന ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു എന്താ പറയുക റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവാസം പോലെ അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവന്ന ബെയർസാണ്. അപ്പം അതിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം പുസ്തകങ്ങളിൽ കിട്ടുന്ന കാശും അതുപോലുള്ളത് ഇങ്ങനെ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ എങ്ങനെ NGO ഓർഗനൈസേഷനിലാണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത്. അതും മറ്റൊരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷനാണ്. അതുപോലെ ഇവന് കൂടുതൽ എഴുതാനും അതുപോലെ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് വൈൽഡ് ലൈഫും അല്ലെങ്കിൽ നേച്ചറും ഉള്ള കൺസർവേഷന് വേണ്ടിയുള്ള മറ്റൊരു ഇൻസ്പിറേഷൻ പോലെയാണ് നമ്മൾ അതിനെ കാണുന്നത്. First, you want to tell anything about your next books or Okay. What are you planning to do next? So next I'm planning on writing a couple more books about dinosaurs. So basically my first book is Granny Nostu's Plant Kingdom. It's a book about plants. My second book is a big fact book about dinosaurs. My next book is technically going to be similar to my second book, aka Ostu's Dino World, but it's going to be in a story format and it's going to be a mixture of fantasy, sci-fi and non-fiction. So it's more interesting. So it's going to be a small series book, mostly about dinosaurs, but also about science, the universe, and about nature, etc. So it's going to be a mixed fact book, but mostly about dinosaurs. So it's going to be a small series book,
And then after that, I haven't really decided what to write. I'll think of that when I actually finish the series. ഓസ്റ്റിന് ഇപ്പം നമ്മൾ ഹോം സ്കൂളിംഗ് ആണ് ഓസ്റ്റിന് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതും നമ്മളൊരു വേറിട്ട ഒരു പാത്തിൽ നമ്മൾ ചിന്തിച്ചും അത് നടന്നും നോക്കുവാണ്. ഇപ്പം ഇവൻ്റെ ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും ബാക്കിയുള്ളതിനും ശ്രദ്ധ ചെലുത്താനും അതിൽ കൂടുതൽ ഇൻവോൾവ് ആകാനും വേണ്ടി നമ്മളിപ്പോൾ ട്രഡീഷണൽ സ്കൂളിൽ നിന്ന് മാറിയിട്ട് ഹോം സ്കൂളിംഗ് ആണ്. അപ്പം ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞാൽ UK ഒരു ഹോം സ്കൂളിംഗ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് ആണ് ഹോം സ്കൂളിംഗ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഓൺലൈൻ ക്ലാസ്സുകളും പ്രോഗ്രാംസും ബുക്സൊക്കെ UK ഷിപ്പ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ നിന്നാണ് സ്കൂളിംഗ് കൊടുക്കുന്നത്. So you want to tell anything about your homeschooling, how you love it, or how do you overall experience with homeschooling? My experience with it is pretty fun because it's not that boring. Like it's not just big textbooks. It's very fun. Like it's activities, then small videos. I'm okay with it. Plus, I get a lot of time in between to enjoy, do drawings, play, read books, all my hobbies, and also have time to write my book. So it's pretty fun. Plus, if I would have went to normal schooling, one of the big disadvantages is normally it's still evening I'm at school, and then only after evening, after lunchtime or something, I will come back. So in that time I won't have any time to do any of my hobbies or write my books. So another advantage of homeschooling, I have a lot of time to write my books and do my hobbies. So as you guys saw, this is my dino park, which I bring to life in my book Austin's Dino World. It's a fact book containing 150 dinosaurs and facts about them and some pictures of them that I do too. Certain examples of these dinosaurs include, say, the Platysaurus, a prosauropod from the late Triassic, the Carnotaurus, which has 2 cool looking horns, hence its name, which means bull-headed because of those horns, and a lot of other dinos. As if you look closely, you will notice that this side, divided by the long Diplodocus, is mostly herbivorous dinosaurs. The ones that are vegetarian. But this side is all the non-veg dinos like me. It includes T-Rex, Velociraptor, Utahraptor, and the Carnotaurus, Dimetrodon, etc. And then in the middle we got some omnivorous dinos and non-dinos like Plesiosaurus, Tepetodon, etc. So in my book I saw the classification, facts, name, and about the dinosaurs, which are all these dinos over here. I put them in my book, including this little guy. Austin, you want to say anything about your experience, or how do you felt basically during the book release, the first book release on the stage? I was excited because finally I released my book. I was very happy that I finally released my book. So I was a mix of excitement and happiness. It was that, and a tiny bit fear whether I would do something wrong, or whether I'd make a small mistake in telling about my book, or whether my book isn't good enough or something like that. But mostly pure excitement, and it was very fun. It was pretty fun, and I enjoyed it a lot. Good. Okay. ശരിക്കും ആദ്യത്തെ ബുക്കൊന്ന് ഇതിൻ്റെ കവർ പേജ് ശരിക്കും റിലീസ് ചെയ്തത് നമ്മുടെ ശശി തരൂർ സാറാണ്. അപ്പം ആദ്യം സാറിനെ കണ്ട് സംസാരിക്കുന്നൊരു അവസരം കിട്ടി. ആ സമയത്ത് ശരിക്കും നമ്മളൊരു 5 മിനിറ്റ് സമയമാണ് ചോദിച്ചിരുന്നത്.
പക്ഷേ ഓസ്റ്റിനായിട്ട് സംസാരിച്ചു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറോളം ഏകദേശം അവർ തമ്മിൽ സംസാരിച്ചു. അവരുടെ അപ്പം സാറ് പറഞ്ഞൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ സാറിന് എനിക്ക് തോന്നുന്നു how did at what age Shashi Tharoor said he wrote his first book? You remember the age of 7 or 8? I think. എനിക്ക് തോന്നുന്നു 8-ാം വയസ്സിലാണ് ബുക്ക് എഴുതിയത്. പക്ഷെ അത് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പം ശരിക്കും അത് പറഞ്ഞു വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവൻ ഓസ്റ്റിന് ശരിക്കും ആദ്യത്തെ ബുക്ക് എഴുതുന്നത് 6 വയസ്സിലുള്ളപ്പോഴാണ് ബുക്ക് എഴുതിയത്. ബുക്കിന്റെ അപ്പം സ്ക്രിബിൾ ചെയ്ത് ബുക്ക് എന്നുള്ള ആശയത്തിൽ കൂടുതൽ അവൻ പല കാര്യങ്ങളും അവന് ഡൈനോസറിന് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ആ ഡൈനോസറിന്റെ പേരുകളും അതിന്റെ ഫാക്ട്സും 6 വയസ്സിലാണ് എന്താ പറയുക എഴുതി കുറെ കമ്പൈൻ ചെയ്തിട്ട് വന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ബുക്ക് ഫോർമാറ്റിലാക്കാമെന്നൊക്കെ ചിന്തിച്ച് ഇതിനു വേണ്ടി അപ്പം നമ്മൾ പല ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അപ്പം ശരിക്കും ഒരു തണുത്ത പ്രതികരണമാണ് നമുക്കതിന് ലഭിച്ചത്. കാരണം 6 വയസ്സിലുള്ള കുഞ്ഞൊരു ബുക്ക് എഴുതുക എന്ന് പറയുമ്പോൾ അതിനൊരു തണുത്ത പ്രതികരണമാണ് ലഭിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നാം എഴുതുന്നത് 2000 right? During the corona time. Yeah. At the beginning of the corona time. കൊറോണയുടെ സ്റ്റാർട്ടിങ്ങിലാണ് പിന്നെ അവന് നമ്മൾ വീട്ടിലിരുന്നപ്പോൾ രണ്ടാമത്തെ ബുക്ക് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും രണ്ടാമത്തെ ബുക്ക് യു വാണ്ട് ടു ടെൽ ഹൗ യു ഗോട്ട് ഇൻസ്പിറേഷൻ ടു റൈറ്റ് the Grandma and Austin's Plant Kingdom. Okay, so basically what the book is like, over the years in all my classes and research, whatever stuff I learned about plants, I compiled them into a tiny little storybook. So how I got inspiration is it's a mixture of what happened in my life, like me visiting my grandparents a lot of times, then like it has aspects of what I have every day, like for example my grandparents, their big garden, and then like it's different things that I've saw and experienced in life, like that for example in a book there's a mention where one day an elephant came to stay in our house for one day and night. So that time I touched his tusk, and that actually happened in real life. So it's like a mixture of stuff that happened in real life, my own ideas, and then on top of that I got an idea like to put all the facts on plants and make it a fact story book. അപ്പം അങ്ങനെയാണ് ശരി കൊറോണ സമയത്ത് ഉള്ള കാര്യങ്ങളിലാണ് അവൻ്റെ രണ്ടാമത്തെ ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ കൊല്ലത്തുള്ള ഡ്രീം ബുക്സ് ബൈൻഡറി എന്ന പബ്ലിഷർ നമ്മൾ സമീപിച്ചു. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബുക്ക്, അതായത് ഡൈനോസർ ഫാക്ട്സ് ബുക്ക് നമ്മൾ കൊടുത്തു. അതിനുള്ള അത് അവർ റിവ്യൂ ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ബുക്ക് ഓസ്റ്റിൻ എഴുതി കഴിയുന്നത്. അപ്പം അവരുടെ സംസാരിച്ച് അവർ ഓർത്തു ഒരു ഫിക്ഷൻ, ഒരു സ്റ്റോറി ബുക്കാണ്, അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ ബുക്ക് ഇറക്കാം എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് ഇറക്കിയത്. ശരിക്കും പറഞ്ഞാൽ അവൻ ആദ്യം എഴുതിയ ബുക്ക് എന്ന് പറയുന്നത് ഇത് അവൻ രണ്ടാമത് ഇറങ്ങിയ ബുക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം അവൻ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയേക്കുന്നത്. അതാണ് പിന്നെ നമ്മൾ രണ്ടാമത് ഓസ്റ്റിൻസ് ഡയലോഗ് വേൾഡ് എന്നുള്ള ഇതിൽ രണ്ടാമത്തെ ബുക്ക് ഇറക്കിയത്. യു വാണ്ട് ടു ടെൽ എനിത്തിങ് അബൌട്ട് യുവർ അവാർഡ്സ്, ഹൗ ഹാപ്പി വെൻ യു ഗോട്ട് ഇൻ ടു the India Book of Records or the Harvard World Records? What do you want? Yeah. Okay, so I've got quite a lot of awards for my first book and a couple for my second book. I've got certificates. I've got about a Kyoto publishing one for my second book. I've got a lot of them, including one from Harvard. When I got that award, I was very happy. I was literally bursting with happiness, like bursting, like if you overfill a balloon it bursts, I was the balloon, and the air that you were filling it was the happiness. I was literally bursting in happiness. ആദ്യമായിട്ട് ഗ്രാൻഡ് ആൻഡ് ഓസ്റ്റിൻസ് പ്ലാന്റ് കിങ്ഡം ഈ ബുക്ക് എഴുതി കഴിഞ്ഞപ്പം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്ന് യങ്ങസ്റ്റ് ഓതർ, അതായത് നേച്ചർ സംബന്ധമായ നേച്ചറിന് അനുബന്ധിച്ചുള്ള ബുക്സ് എഴുതുന്ന കാറ്റഗറിയിൽ യങ്ങസ്റ്റ് ഓതർ എന്ന അവാർഡ് ആദ്യം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാർവാർഡ് വേൾഡ് റെക്കോർഡ്സിനും അതേപോലെ യങ്ങസ്റ്റ് ഓതർ ഇൻ ദ വേൾഡ് എന്നുള്ള രീതിയിൽ അതിനു വേണ്ടിയുള്ള അവാർഡ് കിട്ടി. പിന്നെ തുടർന്ന് പല ഫോറങ്ങളിലും നമുക്ക് എന്നറിയാം ഓസ്റ്റിനെ ആദരിക്കാനും അതുപോലെ അതിനുള്ള വേദികൾ ബാംഗ്ലൂരിലും പല മലയാളി ഫോറംസും അതുപോലെ എന്നറിയാം റൈറ്റേഴ്സ് ഫോറംസിലും നമുക്ക് അതിനുള്ള അവസരങ്ങളുണ്ടായി. പിന്നെ യുക്കിയോട്ടോ പബ്ലിഷിംഗ്, അതായത് രണ്ടാമത്തെ ബുക്ക് ഇറക്കിയത് യുക്കിയോട്ടോ പബ്ലിഷിംഗ് എന്നുള്ള കമ്പനിയാണ്. ആ പബ്ലിഷറാണ്. അവരുടെ
യങ്ങസ്റ്റ് ഓത്തർ, റൈറ്റ്? ഇറ്റ്സ് ഓൾസോ ദ യങ് ഓത്തർ. Yeah. 2022 യങ് ഓത്തർ എന്നുള്ള This one? അത് പല ബുക്സ് റിവ്യൂ ചെയ്തിട്ട് യങ് ഓത്തർ എന്നുള്ള അവാർഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ബുക്ക് അവർ പബ്ലിഷ് ചെയ്തത്. അങ്ങനെ റീസെൻ്റ്ലി അവന് ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡ്സ്, അതായത് രണ്ടാമത്തെ ബുക്ക് ഇറങ്ങിയപ്പം ഓസ്റ്റിൻസ് ഡൈനോ വേൾഡ്, അതിൽ ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡ് അതും കിട്ടിയിട്ടുണ്ട്. അതായത് ഡൈനോസിനെ കുറിച്ച് ബുക്സ് ഇറക്കാനും അതിനുള്ള ഫാക്ട്സ് എന്ന രീതിയിൽ ബുക്സ് ഇറങ്ങുന്ന ഇതിൽ ഏറ്റവും ചെറിയ ഓത്തർ എന്നുള്ള രീതിയിൽ യങ്ങസ്റ്റ് ഓത്തർ ടു റൈറ്റ് ബുക്സ് ഓൺ ഡൈനോസേഴ്സ് ആൻഡ് ദ ഫാക്ട്സ് അബൌട്ട് ദാറ്റ് എന്നുള്ള രീതിയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറെക്കുറെ അവന് ഇതിലുള്ള അപ്രീസിയേഷൻസും അവാർഡ്സും എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. You want to finally pass on any message to everyone? Yeah. So my main message is save Earth, save nature. Because without our nature, we humans ourselves will not survive. Nature provides us with food, shelter, everything we need to survive. And if we destroy nature, we won't get any of those things. So for not only our own existence, but for all the animals in the world and all the living beings, because we humans are the only creature on the earth. There's many others. So for their sake and ours ourselves, we have to save nature. That's my message. So please save nature. Yeah, I'm very thankful for being allowed in this online channel, and I'm very thankful for the tape to allow me to speak here in this interview. Austin ഒരു introduction തരാനും ഉള്ള അവസരം